ഭക്ഷണം വിൽക്കുന്ന ഹോട്ടലുകൾക്കെതിരെ നടപടി സ്വീകരിക്കുന്ന നഗരസഭയുടെ പാളയം ചന്തയിൽ പുഴുവരിക്കുന്ന മത്സ്യച്ചന്തയിൽ നിന്നാണ് നഗരത്തിലെ ഹോട്ടലുകളിലേക്ക് മീൻ കൊണ്ടുപോകുന്നത്. തിരുവനന്തപുരം പാളയം മാർക്കറ്റിൽ നിന്നും പഴകിയ മത്സ്യ ഭക്ഷ്യസുരക്ഷാ വിഭാഗം പിടിച്ചെടുത്തു. 50 കിലോയോളം വരുന്ന പുഴുവരിച്ച നിലയിലാണ് മാർക്കറ്റിൽ വിൽപ്പനയ്ക്കായി കൊണ്ടുവന്നത്. റെയ്ഡ് കൂടുതൽ ശക്തമാക്കുമെന്നും ഭക്ഷ്യസുരക്ഷാ വിഭാഗം അറിയിച്ചു. കോർപ്പറേഷൻ അന്ത്യശാസനം നൽകിയെങ്കിലും ഒഴിയില്ലെന്ന് വ്യാപാരികൾ. രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് കോർപ്പറേഷൻ ഇഷ്ടക്കാർക്ക് കടമുറികൾ നൽകിയെന്നാണ് വ്യാപാരികളുടെ ആക്ഷേപം. ഇത് കണ്ണിമാറ മാർക്കറ്റാണ്. ഇത് വർഷക്കാലങ്ങളായി തുടങ്ങിയത്. അതായത് നമ്മളെ ജനിക്കുന്ന മുമ്പേ തുടങ്ങിയതാണ്, തലമുറ തുടങ്ങിയതാണ്. ഇപ്പോൾ നമ്മൾ തന്നെ ഇവിടെ വന്നിട്ട് 40 വർഷമായി. ഈ എല്ല് ഭാഗങ്ങളൊക്കെ എല്ല് പൊടിക്ക് വേണ്ടി പോകും. വളത്തിനും പോയി ഇതിൻ്റെ നല്ല സാധനങ്ങൾ, പിന്നെ ഐവറി സാധനങ്ങൾ കയറും. ഐവറി ഉണ്ടാക്കാൻ ഇതൊക്കെ ഏതാണ്ട് ഈ തല ഇതെല്ലാം ആനയുടെ കൊമ്പായിട്ടൊക്കെ ഉപയോഗിക്കാനെടുക്കും. പിന്നെ പഞ്ചസാര ശുദ്ധീകരിക്കാൻ വേണ്ടി എടുക്കുന്ന ഇതാണ് പഞ്ചസാര. എന്ത് കളറാണ് അറിയാമോ? യഥാർത്ഥമായിട്ട് പഞ്ചസാര എന്ത് കളറാണ്? മഞ്ഞ കളറാണ്. ഇത് വെച്ചാണ് ശുദ്ധീകരിപ്പിച്ച് വെള്ള കളറാക്കുന്നത്. എല്ല് പൊടി വെച്ച് ശുദ്ധീകരിപ്പിച്ചാണ് ഇത് ഉണ്ടാക്കുന്നത്. പിന്നെ കാൽസ്യം ഗുളിക വരുന്നത് ഇതിലാണ്. കാൽസ്യത്തിന്റെ ഗുളിക വെച്ചാണ് ഈ ഗുളിക ഉണ്ടാക്കുന്നത്. കാൽസ്യത്തിന്റെ ഈ എല്ലുപൊടി അവർ ഇത് പിന്നെ ലാസ്റ്റ് പോണെയാണ് വേസ്റ്റായിട്ട് പോകുന്നത്. താൻ പറഞ്ഞത് പിന്നെ ഇത് ഉരത്തിന് വേണ്ടി പോകുന്നത്, മറ്റേ ഇതിനു വേണ്ടി പോണത് വളം, ഇതിന്റെ വേസ്റ്റാണ്. ഇതെടുക്കാൻ വണ്ടി വരും. നമ്മൾ മാർക്കറ്റിനെ പറ്റി പറയാനായിട്ട് നമ്മൾ തലമുറ ഇവിടെ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. ഞങ്ങൾ വർഷകാലം ഉച്ച പ്രായത്തിൽ നമ്മളിവിടെ കച്ചവടം, അമ്മേരെ പ്രായത്തിൽ കച്ചവടം. ഇപ്പം നമുക്ക് കടയില്ലെന്ന് പറയണം, ലൈസൻസുകാർക്ക് കട കൊടുക്കുള്ളൂ എന്ന് പറയണം. മാർക്കറ്റിനകത്ത് ഏറ്റവും കൂടുതൽ ആവശ്യം കുടിവെള്ളമാണ്, അതില്ല. പിന്നെ ബാത്റൂമില്ല. ഇതൊക്കെ അവർ വെച്ചിരിക്കണമെങ്കിൽ അടിച്ച് പൂട്ടി വെച്ചേക്കണം. വെള്ളം തരാതെയും പെണ്ണുങ്ങൾക്കും ആണുങ്ങൾക്കും വലിയ ബാത്റൂം ഇല്ലാതെ മാർക്കറ്റ് എന്ന പേരേ ഉള്ളൂ, പക്ഷെ ദാഹവെള്ളമില്ല. അതിപ്പോ ഒരുപാട് പേര് വന്ന് കേട്ടിട്ട് അവർ ചെയ്യണില്ല. എല്ലായിടത്തും പൈപ്പ് ഇരിപ്പുണ്ട്, ടാങ്ക് പൈപ്പൊക്കെ ഇരിക്കുന്നുണ്ട്, പക്ഷെ വെള്ളമില്ല. മനുഷ്യന് ദാഹിച്ച വെള്ളം കുടിക്കണ്ടേ? അതില്ലാത്ത മാർക്കറ്റ് ഉണ്ടാ? പിച്ചക്കാര കടയിൽ പോലും വെള്ളം കൊടുക്കും.
ഒരു അറമ്പാതില്ല. വെള്ളം എടുക്കാൻ പോണെങ്കിൽ ഇവിടെ നിന്ന് ഇപ്പൊ പുതിയ കെട്ടിടം തുടങ്ങിയിരിക്കില്ലേ, അവിടെ പോകണം. ഇല്ലെങ്കിൽ ഇവിടെ നിന്ന് താഴെ പോകണം. ഒരു പാത്രം വെള്ളം കീരെ തളിക്കാനാ കുടിക്കാനാ എടുക്കണമെങ്കിൽ അങ്ങ് താഴെ പോകണം. എങ്കിലേ ഒരു പാത്രം വെള്ളം കിട്ടും. ചെറുതുണ്ട് വലുതുണ്ട്. ഇത് പേരുകേട്ട മാർക്കറ്റാണ്, കന്നിമാറ മാർക്കറ്റ് പാളയം. പേര് മാത്രമേ ഉള്ളൂ, പെരുമ ഇല്ലാതെ പോയി, അത്രേ ഉള്ളൂ. പെട്ടെന്ന് ഒരാൾ ഓർമ്മയിട്ട് വീഴുന്ന ശകലം വെള്ളം എടുത്ത് കുടിക്കാൻ കൊടുക്കാൻ ഇല്ല. പൈപ്പിൽ നിന്നെങ്കിലും എടുത്ത് അവരെ രക്ഷപ്പെടുത്താൻ നോക്കിയാൽ വെള്ളം ഇല്ല മാർക്കറ്റിൽ. ഏതാണ് ഇത് പേരുകേട്ട മാർക്കറ്റാണ്, കന്നിമാറ മാർക്കറ്റ് പാളയം. പേര് മാത്രമേ ഉള്ളൂ, പെരുമ ഇല്ലാതെ പോയി, അത്രേ ഉള്ളൂ. you